ബി.ജെ.പിയിൽ നിന്നും പടിയിറങ്ങി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ. ദിനംപ്രതി സന്ദീപ് വാര്യരെ കുറിച്ച് ഒരു വാർത്തയെങ്കിലും ഇല്ലാത്ത ദിവസമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കം ഏകദേശം ഒരു ചെറിയ ഒരു വാർത്തയെങ്കിലും ഇപ്പോൾ കാണുമായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ബി.ജെ.പിയിൽ തുടർന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചൊരു വാർത്തയോ ഒന്നുമില്ല. വല്ലപ്പോഴും ഒരു ഇതുപോലുള്ള ഡിബേറ്റുകളിൽ വന്നിരുന്നു കൊണ്ട് എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു സന്ദീപ് വാര്യരെ മാത്രമേ നമുക്ക് പരിചയമുള്ളായിരുന്നു. ഇപ്പോൾ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം സന്ദീപ് വാര്യർക്ക് തന്നെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം, വല്ലാത്ത ആത്മവിശ്വാസമുള്ള ഒരു നേതാവാണ്. വല്ലാത്ത ഒരു നേരായ പാതയിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള ആ ഒരു ഉറപ്പും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. സന്ദീപ് വാര്യരെ കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറും RSSും ബി.ജെ.പിയും കൂടിയൊക്കെ ആയിട്ട് ഒരു റാലി സംഘടിപ്പിച്ചുകൊണ്ട് പാലക്കാട് വെച്ച് സന്ദീപ് വാര്യരെ നിന്നെ എടുത്തോളാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി തോറ്റതിനെ നോക്കിക്കണ്ടുകൊണ്ട് സന്ദീപ് വാര്യറാണ് അതിന് കാരണക്കാരനെന്നൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെ പാലക്കാട് മണ്ണിൽ വെച്ച് തന്നെ സന്ദീപ് വാര്യരെ എടുത്തോളാം എന്നുള്ള കൊലവിളി മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ സഹിതമുള്ളവർ ചെയ്തു. അങ്ങനെ പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ തന്നെ ഒരു മറുപടി ബി.ജെ.പിക്ക് കൊടുക്കുകയാണ്. ബി.ജെ.പിക്കും RSSനൊക്കെ ആയിട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കൊലക്കത്തി ഞാൻ കാത്തിരിക്കുകയാണ്, അശേഷം എനിക്ക് ഭയമില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ബി.ജെ.പിക്ക് കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ. ഈ ഒരു റിപ്ലൈയിൽ തന്നെയുണ്ട്, അദ്ദേഹം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവാം എന്നേ ഉള്ളൂ, നിങ്ങളെ ഞാൻ കുറെ നാൾ കണ്ടതാണ് എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെയാണ് അശേഷം ഭയമില്ല എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന് ഇപ്പോൾ വല്ലാത്ത ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നീതിയും നന്മയുടെ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിന് നേരെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇതിനെ നേരിടുന്നത്. അപ്പോൾ ബി.ജെ.പിയും സംഘപരിവാറും കൂടിയൊക്കെ ചേർന്നുകൊണ്ട് നിരവധി ആൾക്കാർ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൊലവിളി കൂട്ടുന്ന ഒരു വിങ്ങാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ നിരവധി ആളുകളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത്. അപ്പോൾ സന്ദീപ് വാര്യറും ഇതുപോലെ, നമ്മൾ ഇതിനു മുമ്പ് സന്ദീപ് വാര്യർ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് CPM കൂടി ചേർന്നുകൊണ്ട് ഒരു ഇന്നോവ കാർ വിടും, മാഷാ അല്ലാഹ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇന്നോവ കാർ ബി.ജെ.പിയും CPM കൂടെ സംയുക്തമായിട്ട് എനിക്ക് വേണ്ടി വിടും എന്നുള്ള ഒരു കാര്യം ഇതിനു മുമ്പ് തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു മുദ്രാവാക്യവും കൂടിയൊക്കെ, ഇതുപോലുള്ള മുദ്രാവാക്യങ്ങളും കൂടിയൊക്കെ വരുന്നത്. അതിനുശേഷമുള്ള മറുപടിയാണിത്. അശേഷം ഭയമില്ല, നിങ്ങൾക്ക് കൊലക്കത്തിയുമായിട്ട് വരാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സന്ദീപ് വാര്യർ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അദ്ദേഹം വന്നു ചേർന്നിരിക്കുന്ന രാഷ്ട്രീയം, ഇപ്പോഴുള്ള രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. അതുപോലെ തന്നെ ബി.ജെ.പിക്കും അത് വളരെയധികം നെറ്റിച്ചുളിക്കുന്ന ഒരു സംഭവം കൂടി ആയതുകൊണ്ട് തന്നെ ബി.ജെ.പിയും RSSും ഒക്കെ അവർക്കും ഒരു വല്ലാത്ത വിനയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഒരു ഭീഷണി സ്വരത്തിലെങ്കിലും സന്ദീപ് വാര്യരെ ശബ്ദം അടപ്പിക്കാം, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ബി.ജെ.പിയുടെ RSSന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനെ ഇതുപോലെ ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടങ്ങിയിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, ഒരു പാർട്ടിയിൽ തുടർന്നുകൊണ്ട് അവരുടെ പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ച് മാറിക്കൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പല നേതാക്കളെയും കൊന്നു തള്ളിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിന്റെ ഒരു ഉദാഹരണം കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം TP ചന്ദ്രശേഖരനാണ്. TP ചന്ദ്രശേഖരൻ CPM പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സ്കെച്ച് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനെ 56 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ ഒരു ഈ കേഡൽ പാർട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന, ഇപ്പോൾ BJP CPM ഒക്കെ ആണല്ലോ ഇവരുടെ നയത്തിൽ പറയുന്ന ഞങ്ങൾ കേഡൽ പാർട്ടിയൊക്കെയാണ്. അങ്ങനെയുള്ള പാർട്ടിയിൽ നിന്നുമൊക്കെ വ്യതിചരിച്ചു കൊണ്ടുപോകുന്നവർക്ക് അവസാനം കൊലക്കത്തിയാണ് എന്നുള്ളത് ഒരു എല്ലായിടത്തും സംസാരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും പാലക്കാടും ഈ ഉപതെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പേരിൽ സന്ദീപ് വാര്യർക്കെതിരെ ഇതുപോലുള്ള ഒരു കൊലക്കത്തി എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി കാണണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സന്ദീപ് വാര്യരെ കൂടെ തന്നെയാണ് നമ്മുടെ കേരള ജനത. ഈ ഒരു വിഷയത്തിൽ ഇതുപോലുള്ള തെമ്മാടിത്തരം വിളമ്പിക്കഴിഞ്ഞാൽ, പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പട്ടാപ്പകൽ ഇതുപോലുള്ള തെമ്മാടിത്തരം വിളമ്പിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു കേസും എടുക്കാതിരിക്കുന്ന ഭരണ സർക്കാരിനും ഒരു നടുവിരൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.